എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ നമ്മളിന്ന് കുറച്ച് ജ്വല്ലറികളുണ്ടോ കാണുന്നത് നോക്കുക. നമ്മള് ഈ എന്താ പറയുക സാരിന്റെ ഒക്കെ വീഡിയോ എടുത്തൊക്കെ അതിന്റെ കയ്യിൽ ഇരിക്കാണ് കേട്ടോ. സാരിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് എടുക്കാണ്. അപ്പൊ ഓണൊക്കെ വരുന്നേ കൊണ്ട് ഇനി കുറച്ച് കൊടുത്തിട്ടൊക്കെ സെറ്റ് സാരി പോലത്തെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ജ്വല്ലറി മേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ജ്വല്ലറി മേടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ബോക്സിലൊക്കെ ഉണ്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ ബോക്സിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരു ഹാരം ഡിസൈനിൽ വരുന്ന മാല. അപ്പൊ ഇതാണ് നമ്മുടെ മാല വരുന്നത്. ഇത് 400 സംതിങ് ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട്. അത് വലിയ വെയിറ്റ് ഒക്കെ കേട്ടോ. അതിന് വെയിറ്റുള്ള സംഭവം, നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ കണ്ടോ അടിയിൽ ഇങ്ങനെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സരസ്വതി അല്ലേ, താമരയിൽ ഇരിക്കുന്ന സരസ്വതി ആണല്ലോ. അപ്പൊ ഇങ്ങനെ സരസ്വതിന്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. കാണുന്നുണ്ടോ? അത് ഇതേപോലെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാലയാണ്. ഇതെങ്ങനെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തില്ല കണ്ടോ, നീട്ടി അങ്ങനെ ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു ലെങ്ത്തിൽ ഇടുന്ന തന്നെ ആയിരിക്കും കേട്ടോ അതിന്റെ ഭംഗി വരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു മാല വരുന്നത്. ഇങ്ങനെ ഇവിടെ ആയിട്ട് ചെറിയ ബീഡ്സ് വരുന്നുണ്ട്. ഈ ബീഡ്സിനെയാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു മെറൂണും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബീഡ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാല. ഇത് നമുക്ക് ഇത് 2 ചുംകാസും കൂടെ വരുന്നത് കേട്ടോ. കോംബോ ആയിട്ടാണ് വരുന്നത്. കണ്ടോ അതേ ഒരു സെയിം മെറൂൺ അല്ലല്ലോ, ഒരു റെഡ് കളറിൽ വരുന്ന റെഡ് വിത്ത് ഗ്രീൻ കളറിൽ വരുന്ന ഇങ്ങനെ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിൽ ഇങ്ങനെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കമ്മൽ വരുന്നത്. നല്ല സ്ഥലം ഒരു സ്റ്റഡ്. ഈ സ്റ്റഡിലും ദേവീനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഇതിങ്ങനെ ദേവീന്റെ ആ ഒരു രൂപം ഇങ്ങനെ കാണാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മാലയാണ്. ഇത് കുറച്ച് ഇങ്ങനെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ. ഇങ്ങനെ കിളിങ്ങും. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇട്ട് നോക്കിയില്ല. ഞാൻ ഇട്ട് നോക്കട്ടെ എന്താ അവസ്ഥാണ്. ചില മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ചിലർക്ക് ഇടുമ്പോൾ ഭയങ്കര രസം തോന്നാറുണ്ട്. എനിക്കറിയില്ല ഈ ഒരു കളർഫുൾ ഡ്രസ്സിന്റെ ഒക്കെ കാണുന്നല്ല എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതേപോലെ വരുന്നു ഓരോ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഓരോ ജ്വൽസും നമ്മളത് എങ്ങനെ ഏതോട്ട് പെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുക. അല്ലെങ്കിൽ ശരിക്കും അലങ്കോലൊക്കെ ഒരു അലങ്കോല പോലെ ആയി തോന്നുന്നു. അങ്ങനെയാണ് അപ്പം ഈ ഒരു മാല വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇനാമൽ പെയിന്റ് ഉണ്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്നും ബീഡ്സ് അല്ല, ആ ഒരു ഇനാമലിന്റെ ആണ് കേട്ടോ. അതേപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ കേട്ടോ അതിന്റെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിലുങ്ങും. നമുക്ക് അതിൻ്റെ തന്നെ വലിയ കമ്മൽ വരും കേട്ടോ. ഇതാണ് ഈ ഒരു മാലയുടെ കമ്മൽ വരുന്നത് കണ്ടോ. ഇതിങ്ങനെ കിലുങ്ങും പാത്രം പോലെ. നമ്മുടെ പാത്രത്തിന്റെ മുത്തില്ലേ അതേപോലത്തെ മുത്താണ് വരുന്നത്. ഉള്ളത് ആമസോണിനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു മാല വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഓണം ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു മാറ്റം ഒന്നുമില്ല. ഒരു വർഷമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് ഡിമാൻഡുള്ള സംഭവമാണ് കേട്ടോ. നമുക്കറിയാം ഓൺലൈൻ പേജിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു ലോട്ടസ് മാലയാണ്. ഇതൊരു ഭംഗിയെന്ന് അറിയാതെ കാണാനായിട്ട് ഞാൻ ഇപ്പഴേ മേടിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഞാൻ വെച്ചാൽ എന്തായാലും മേടിക്കാം. കാരണം നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ക്യൂട്ടായിരിക്കുന്നുണ്ട്. നല്ല താമരകള് കണ്ടോ. ഈ ഒരു കളർ നല്ല സ്ഥലേ സൂപ്പർ. ഇത് നല്ല രസമുണ്ട്, ഒന്നും പറയില്ല. മറ്റേ രസമല്ല, നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആദ്യത്തെ നല്ല ഭംഗിയുള്ള തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് കമ്മലുണ്ട് കേട്ടോ. സെയിം 2 താമരകളാണ് ഇതിന്റെ കമ്മലായിട്ട് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മാലയാണ്. ഇതൊരു നെക്ലസ് പോലത്തെ വരുന്നതാണ്. ചോക്കർ പോലെയാണ് കേട്ടോ. ഇങ്ങനെ ഇടണം. ഇങ്ങനെ നിലത്തല്ല, ഇങ്ങനെ ഇടുന്നല്ല, നമ്മളെ ചോക്കർ എന്നല്ല. യെസ്, ഇതേപോലത്തെ വരുന്ന ചോക്കറിനെ ഇതിനൊക്കെ വരുമ്പോഴേ ഇട്ടിടുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ. നമ്മളെ മറ്റേ ചാനലിൽ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലും ഈ ഒരു ഗ്രീനും അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. അങ്ങനെ ഒരു റെഡ് ഷെയ്ഡ് ഇതേപോലെ സ്റ്റോൺ ഈ സെന്ററിൽ കൂടെ പോകുന്നുണ്ട്. ഒരു അശോക ചക്രം പോലത്തെ ഒരു ഇത്രയൊക്കെ വല്ല പേരുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ച തിരിഞ്ഞു പോയതാ. കുറച്ച് ലെങ്ത് കൂടിയ താഴ്ചയുടെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മാല വരുന്നത് കാണാനായിട്ട് കണ്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു സെയിം സ്റ്റഡ്, ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന സ്റ്റഡാണ് കേട്ടോ. എന്താ ഇങ്ങനെയാണ് ഈ ഒരു മാലേന്റെ സ്റ്റഡ് വരുന്നത്. ഇങ്ങനെ കമ്മൽ കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ നല്ല അടിപൊളി സംഭവമാണ്. ഇത്ര ഹെവി ആയിട്ടൊന്നും വേണ്ടതൊക്കെ ആണെങ്കിൽ ഇത് നല്ല വെറൈറ്റി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇതേപോലെ വരുന്ന ഈ ഒരു മാലയാണ് കണ്ടോ. ഇതൊരു മയിലാണ് കേട്ടോ. ശരിക്കും ഈ കാണുന്നത് ഒരു മയിലിനെയാണ് ആ ഒരു ലോക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഐശ്വര്യമുള്ള സുന്ദരി മയിൽ. അതിങ്ങനെ ഫ്ലോറലായിട്ട് ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് അടിയിലുള്ള ഇതേപോലെ മുത്തിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചെയിന്. അതിൽ ഇതേപോലെ
നല്ല രസമല്ലേ കാണാനായിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു കമ്മലാണ്, അതും വലിയ കമ്മൽ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കമ്മലാണ്, കണ്ടോ? പക്ഷെ നല്ല രസമല്ലേ കാണാനായിട്ട്, ഇങ്ങനെ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് ഭംഗിയുള്ള കമ്മലാണ്. നമ്മൾ ഈ സ്റ്റഡിൽ ഇങ്ങനെ ഇതാണ് ചെയ്യാം, കണ്ടോ? നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുന്നു കേട്ടോ. ബൈ.